നഗരത്തിലെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്നു ഇക്ബാൽ. കയ്യിലുള്ള വാച്ചിന്റെ സെക്കൻഡ് സൂചിയേക്കാൾ വേഗത്തിലായിരുന്നു അവന്റെ ജീവിതം. പണം, അധികാരം, പുതിയ പ്രോജക്റ്റുകൾ. ഇതിനിടയിൽ ഇക്ബാൽ ഒന്ന് മറന്നുപോയി. തന്നെ ഇന്നത്തെ ഇക്ബാലാക്കി മാറ്റാൻ കഷ്ടപ്പെട്ട തന്റെ പ്രായമായ ഉപ്പയെ. മാസങ്ങളായി ആ വന്ധ്യവയോധികൻ മകന്റെ ഒരു സ്നേഹപ്രകടനത്തിനായി കൊതിച്ചിരുന്നു. പക്ഷേ ഇക്ബാലിന് സമയമില്ലായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച പള്ളിയിൽ ജുമുഅ നമസ്കാരം കഴിഞ്ഞ് ഉസ്താദ് നടത്തിയ ആ പ്രസംഗം ഇക്ബാലിന്റെ ചില്ലുമേടകളെ തകർക്കുന്നതായിരുന്നു. ഉസ്താദ് പറഞ്ഞു, സഹോദരങ്ങളെ, നിങ്ങൾ എത്ര വലിയ കൊട്ടാരങ്ങൾ പണിതാലും എത്ര കോടികൾ സമ്പാദിച്ചാലും നിങ്ങളുടെ മാതാപിതാക്കളുടെ കണ്ണീരിനു മുകളിൽ കെട്ടിപ്പൊക്കിയതൊന്നും നിങ്ങളെ രക്ഷിക്കില്ല. നാളെ 6 അടി മണ്ണിലെ ഇരുട്ടിൽ നിങ്ങൾ പണമുണ്ടാക്കാൻ കാണിച്ച ആവേശം നിങ്ങളെ സഹായിക്കില്ല. അവിടെ സഹായിക്കുക നിങ്ങൾ ഭൂമിയിൽ വിതറിയ സ്നേഹം മാത്രമായിരിക്കും. ഖബറിലെ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ മക്കളെ, മാതാപിതാക്കളുടെ ദുആ, പ്രാർത്ഥന സമ്പാദിക്കൂ. ആ വാക്കുകൾ ഇക്ബാലിന്റെ നെഞ്ചിലൊരു കനലായി വീണു. തന്റെ ഉപ്പയുടെ മുഖം അവന്റെ കണ്ണിൽ തെളിഞ്ഞു. സ്നേഹത്തോടെ ഒന്ന് മിണ്ടാൻ വന്നപ്പോഴൊക്കെ എനിക്ക് തിരക്കാണ് എന്ന് പറഞ്ഞ് താൻ തള്ളിമാറ്റിയ ആ നിമിഷങ്ങൾ അവനെ വേട്ടയാടി. നമസ്കാരം കഴിഞ്ഞ് നേരെ അവൻ പോയത് പള്ളിപ്പറമ്പിലെ ഉപ്പയുടെ ഖബറിനരികിലേക്കായിരുന്നു. കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് ഉപ്പ മരിച്ചത്. തണുത്ത മണ്ണിനു മുകളിൽ അവൻ തളർന്നിരുന്നു.